റിസ്പ BC 1050 1010 മധ്യേഷ്യയിൽ ശൗൽ രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ശൗൽ രാജാവിൻ്റെ ഭാര്യമാരിൽ ഒരാളായി രാജകൊട്ടാരത്തിൻ്റെ ഒരു വശത്ത് യാതൊരു പ്രത്യേക സൗകര്യങ്ങളും ലഭിക്കാതെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞു പോന്നിരുന്നവളായിരുന്നു റിസ്പ. റിസ്പയ്ക്ക് ശൗലിൻ്റേതായി 2 ആൺമക്കളുണ്ടായിരുന്നു. ഒന്ന് അർമോനി, രണ്ടാമൻ മെഫീബോശത്ത്. ശൗലിനെ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തത് ശമൂവേൽ പ്രവാചകനാണ്. അതേ ശമൂവേൽ പ്രവാചകൻ തന്നെ അതേ കാലയളവിൽ ബത്ലഹേംകാരനായ യുവാവായ ദാവീദിനെയും ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു. ആ കാലത്ത് ഇസ്രായേൽ ദേശത്തിനെതിരെ ഫെലിസ്ത്യർ നിരന്തരം പോരാട്ടം നടത്തിയിരുന്നു. ഇന്നത്തെ ഗാസ, അസ്തോദ്, അസ്കലോൺ എന്നീ പ്രദേശത്ത് അന്നു മുതലേ വസിച്ചിരുന്ന ഫെലിസ്ത്യർ യുദ്ധവീരന്മാരും ദൃഢഗാത്രരുമായിരുന്നു. ഇസ്രായേൽ സേനയ്ക്ക് ഫെലിസ്ത്യരോട് പോരാടാൻ കമ്പും കവിണയും കല്ലും മാത്രമേ ആയുധങ്ങളായി കൈവശമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഫെലിസ്ത്യ സൈന്യത്തിന് അന്ന് താമ്രവും ഇരുമ്പും കൊണ്ടുള്ള വാളും കുന്തവും പടച്ചെട്ടയും ഉണ്ടായിരുന്നു. ഇസ്രായേൽ ദേശത്തെ രാജാവിനും സൈന്യ മേധാവിക്കും മാത്രമേ വാളുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇസ്രായേൽ ജനം യുദ്ധഭയത്താൽ സമാധാനമില്ലാതെ കഴിഞ്ഞിരുന്ന കാലത്ത് ദൈവത്തിൻ്റെ അരുളപ്പാടിനാൽ അഭിഷിക്തനായ ദാവീദ് മുന്നിലേക്ക് വന്ന് ഫെലിസ്ത്യ സൈന്യ പ്രധാനിയായ ഗോലിയാത്തിനെ കൊന്നു. അതോടെ ഇസ്രായേൽ ജനത്തിന് ഭീഷണിയായിരുന്ന ഫെലിസ്ത്യ സൈന്യം ഇസ്രായേൽ ദേശം വിട്ട് ഓടിയൊളിച്ചു. അങ്ങനെ ദേശത്തിന് സമാധാനവും ശാന്തിയും ഉണ്ടാക്കിയ ദാവീദിനെ ശൗൽ രാജാവും ശൗലിൻ്റെ മകൻ യോനാഥാനും ശൗലിൻ്റെ പടത്തലവൻ അബ്നേറും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും വരവേറ്റു. ശൗൽ രാജാവ് തൻ്റെ മൂത്ത മകളായ മേരബിനെ ദാവീദിന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് തീരുമാനമെടുത്ത് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ കൽപ്പന കൊടുത്തു. ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിച്ചോടിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഇസ്രായേൽ ദേശത്തുണ്ടെങ്കിൽ അവർക്ക് കരമൊഴിവാക്കി വസ്തുവകകളും ശൗലിൻ്റെ മൂത്ത മകൾ മേരബിനെയും നൽകാമെന്ന് ശൗൽ ഇസ്രായേൽ ദേശമൊക്കെയും ഇതിനു മുമ്പ് തന്നെ വിളംബരം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കൊട്ടാരവാസികളും ജനവും ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ ശൗൽ രാജാവ് പെട്ടെന്ന് ആ തീരുമാനം മാറ്റിക്കൊണ്ട് മേരബിനെ ദാവീദിന് കൊടുക്കാതെ മെഹോലാത്തിനായ അദ്രിയേലിന് വിവാഹം ചെയ്തു കൊടുത്തു. ശൗൽ വാക്കുമാറ്റി മേരബിനെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തതിൽ ദാവീദിന് ശൗലിനോട് യാതൊരു എതിർപ്പും തോന്നിയില്ല. ചോദിച്ചവരോടെല്ലാം ഞാനത് അർഹിക്കുന്നില്ല എന്നാണ് ദാവീദ് മറുപടി പറഞ്ഞത്. എന്നാൽ ശൗൽ രാജാവിൻ്റെ ഇളയമകൾ മീഖൾ തോഴികൾ വഴി ദാവീദിൻ്റെ വിനയവും നല്ല മനസ്സും മനസ്സിലാക്കി ശൗൽ അറിയാതെ ദാവീദിനെ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഇസ്രായേൽ ദേശവും സൈന്യവും മീഖളിൻ്റെ സഹോദരന്മാരായ യോനാഥാനും അബീനാദാവും മെൽക്കീശുവയും ഒക്കെ മീഖളിൻ്റെയും ദാവീദിൻ്റെയും വിവാഹം നടന്നു കാണാൻ ആഗ്രഹിച്ചു. ഒടുവിൽ പിതാവായ ശൗൽ രാജാവിനും ആ വിവാഹത്തിന് തടസ്സം നിൽക്കാൻ കഴിഞ്ഞില്ല. അവരുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ കൽപ്പന കൊടുത്തു. വീണ്ടും ശൗൽ രാജാവിൻ്റെ ഉള്ളിൽ ആ പഴയ ഭയം ഓടിയെത്തി. ദാവീദ് മീഖളിനെ വിവാഹം ചെയ്താൽ എൻ്റെ രാജ്യം കൂടെ കൈവശമാക്കി ദാവീദ് രാജാവാകുമോ? കൊട്ടാരത്തിൽ മീഖളിൻ്റെയും ദാവീദിൻ്റെയും വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ മുന്നേറുമ്പോൾ ശൗൽ രാജാവിൻ്റെ ഉള്ളിലെ ഭയവും കൂടി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ശൗൽ അവരുടെ വിവാഹത്തിന് മുമ്പ് തന്നെ ദാവീദിനെ കൊല്ലാൻ തീരുമാനിച്ചു. ശൗലിൻ്റെ പുതിയ നീക്കം മനസ്സിലാക്കിയ മീഖളിൻ്റെ തോഴിമാർ ആ വിവരം മീഖളിനെ അറിയിച്ചു. ഉടനെ മീഖളിൻ്റെ സുരക്ഷയ്ക്കായി ശൗൽ ഒരുക്കിയിരുന്ന പടയാളികളിൽ ചിലരെ ശൗൽ അറിയാതെ ദാവീദിൻ്റെ സുരക്ഷയ്ക്കായി മീഖൾ അയച്ചു കൊടുത്തു. അന്നു മുതൽ ദാവീദിൻ്റെ ചുറ്റിലും കുറച്ച് പടയാളികൾ എപ്പോഴും ഉണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് ദാവീദിന് പോലും അറിയാമായിരുന്നില്ല. മീഖളിൻ്റെയും ദാവീദിൻ്റെയും വിവാഹം നടക്കും വരെ ദാവീദിന് ഒരർത്ഥവും സംഭവിച്ചു പോകാതിരിക്കാൻ മീഖളിൻ്റെ തോഴിമാർ കൊട്ടാരത്തിനുള്ളിലും പുറത്തും ദാവീദിൻ്റെ പിന്നാലെയും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് ശൗൽ ദാവീദിനെ വധിക്കാൻ ഏർപ്പാടാക്കിയ പടയാളികൾക്ക് ദാവീദിനെ തൊടാൻ കഴിഞ്ഞില്ല. മീഖളിൻ്റെയും ദാവീദിൻ്റെയും വിവാഹ ദിവസം വരെ ശൗലിൻ്റെ പടയാളികൾ ദാവീദിനെ കൊല്ലാൻ പല വഴിയിലൂടെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ മീഖളിൻ്റെ തോഴിമാർ അവയൊക്കെ മുൻകൂട്ടി കണ്ട് നിഷ്ഫലമാക്കിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് ശൗൽ മീഖളിൻ്റെ വിവാഹശേഷം ദാവീദിനെ മീഖളിൻ്റെ മണിയറയ്ക്കുള്ളിൽ വെച്ച് തന്നെ കൊല്ലാൻ പദ്ധതി തയ്യാറാക്കി. ബുദ്ധിമതികളായ മീഖളിൻ്റെ തോഴിമാർ ശൗൽ രാജാവിൻ്റെ ആ രഹസ്യ തീരുമാനവും ചോർത്തിയെടുത്ത് മീഖളിനെ അറിയിച്ചു. രാജകീയ പ്രൗഢിയിൽ തന്നെ മീഖളിൻ്റെയും ദാവീദിൻ്റെയും വിവാഹ ചടങ്ങുകളും വിവാഹവും നടന്നു. രാജകൽപ്പന പോലെ മീഖളിൻ്റെ മണിയറയിൽ മനോഹരമായി ശയനതൽപ്പം വിരിച്ചൊരുക്കി അതിൽ ദാവീദ് ശയിക്കേണ്ട വശം രാജകൽപ്പന പോലെ മുൻകൂട്ടി നിശ്ചയിച്ച് രാജാവിൻ്റെ സേവകർ രാജാവിന് വിവരം കൊടുത്തു.
എന്നാൽ മീഖളിന്റെ തോഴിമാർ മീഖളിനും ദാവീദിനുമായി അതേ മുറിയുടെ മറ്റൊരു വശത്തായി വേറൊരു മണിയറ ഒരുക്കി ദാവീദിനെയും മീഖളിനെയും സുരക്ഷിതമായി അവിടെയാക്കി. മീഖളിനും ദാവീദിനുമായി ശൗൽ കൽപ്പിച്ചുണ്ടാക്കിയ മണിയറയിൽ തോഴിമാർ 2 ശില്പങ്ങൾ കൊണ്ടുവന്ന് വരനും വധുവും കിടപ്പുണ്ടെന്ന് തോന്നുമാറ് ശില്പങ്ങളെ പുതപ്പിച്ച് കിടത്തി. ശൗൽ രാജാവിന്റെ പദ്ധതി അനുസരിച്ച് രാജാവിന്റെ പടയാളികൾ രാത്രിയിൽ മീഖലിന്റെ ശയനമുറി തള്ളിത്തുറന്ന് ഉള്ളിൽ പ്രവേശിച്ച് ദാവീദ് കിടക്കേണ്ട ഭാഗത്തുണ്ടായിരുന്ന ശില്പത്തിൽ വെട്ടുകയും കുത്തുകയും ചെയ്ത് ആക്രമിച്ചു. വലിയ ശബ്ദം കേട്ട് ഇതെല്ലാം മുൻകൂട്ടി അറിയാമായിരുന്ന മീഖൾ ദാവീദിനെ ഉണർത്തി കിളിവാതിലിലൂടെ പടയാളികളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടുത്തി വിട്ടയച്ചു. അങ്ങനെ മീഖളിന്റെ മണിയറയ്ക്കുള്ളിൽ വെച്ച് ദാവീദിനെ കൊല്ലാനുള്ള ശൗലിന്റെ തന്ത്രവും നടക്കാതെ പോയി. പിന്നെ ദാവീദ് വർഷങ്ങളോളം ശൗലിന്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചുമാറി പോയിക്കൊണ്ടേയിരുന്നു. ശൗൽ ദാവീദിനെക്കുറിച്ച് അറിവ് ലഭിക്കുമ്പോഴൊക്കെയും നേരിട്ടും പടയാളികളെ അയച്ചും ദാവീദിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ദാവീദ് കൊട്ടാരം വിട്ട് മാറിപ്പോയതറിഞ്ഞ ഫെലിസ്ത്യ സൈന്യം കൂടുതൽ ശക്തി സംഭരിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ആക്രമിക്കാൻ തുടങ്ങി. പോരാട്ടങ്ങളിലെല്ലാം ഇസ്രായേൽ സൈന്യം തോറ്റു പിന്തിരിയാൻ തുടങ്ങി. ഒടുവിൽ ഗിൽബോവ മലയിൽ വെച്ചുണ്ടായ വലിയ യുദ്ധത്തിൽ ശൗൽ രാജാവും മക്കൾ യോനാഥാനും അബീനാദാവും മെൽക്കീശുവയും മരിച്ചു വീണു. ഫെലിസ്ത്യർ ശൗലിന്റെ തല വെട്ടിമാറ്റി ഉടൽ അസ്തോരത്തുള്ള ബേത്ത്ഷാന്റെ ക്ഷേത്രച്ചുവരിൽ തൂക്കിയിട്ടു. ഫെലിസ്ത്യർ ശൗലിന്റെ ശവശരീരത്തോട് കാണിച്ച അനാദരവ് അറിഞ്ഞ ഗിലെയാദിലെ യാബേശ് നിവാസികൾ ധൈര്യം സംഭരിച്ച് അസ്തോരത്തിലേക്ക് ഓടിയെത്തി ശൗലിന്റെയും മക്കളുടെയും ശവശരീരങ്ങൾ എടുത്ത് യാബേശിൽ കൊണ്ടുവന്ന് ഒരു വിജുല വൃക്ഷത്തിന് ചുവട്ടിൽ അടക്കം ചെയ്തു. ശൗലിന്റെ സേനാപതി അബ്നർ ശൗലിന്റെ മകൻ ഈശ്ബോശത്തെ സിംഹാസനത്തിൽ ഇരുത്തിക്കൊണ്ട് വീണ്ടും ഭരണം തുടർന്നുപോയി. എന്നാൽ ഈശ്ബോശത്തിനെ ബെരോത്യൻ റിമ്മോന്റെ പുത്രന്മാരായ രേഹാബും ബാനായും ഈശ്ബോശത്തിനെ ശയനമുറിയിൽ കടന്ന് അവനെ കുത്തിക്കൊന്നു കളഞ്ഞു. ഈശ്ബോശത്ത് ഇസ്രായേലിൽ 2 വർഷം മാത്രമേ ഭരണത്തിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇസ്രായേലിന് 2ാമത്തെ രാജാവും നഷ്ടമായി. ദേശം ഫെലിസ്ത്യരുടെ കയ്യിൽ ആയിപ്പോകാതിരിക്കാൻ ഇസ്രായേൽ ജനത്തിലെ മൂപ്പന്മാർ ഹെബ്രോനിൽ പോയി ദാവീദിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിന് രാജാവാക്കി. ദാവീദിന്റെ ഭരണത്തിന് കീഴിൽ ഇസ്രായേൽ ജനം വളരെ സമാധാനത്തോടെ ഏറെക്കാലം കഴിഞ്ഞുകൂടി. ദാവീദ് രാജാവ് ചുറ്റുമുള്ള ശത്രുക്കളെയെല്ലാം അമർച്ച ചെയ്യുകയും ഫെലിസ്ത്യരെ വിരട്ടിയോടിച്ച് അവരുടെ ദേശങ്ങളെ കൈവശമാക്കുകയും ചെയ്തു. ദേശത്ത് വിതയും കൊയ്ത്തും വിളവെടുപ്പുകളും ഉത്സവങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ പെട്ടെന്ന് ദേശത്ത് മഴ നിന്നുപോയി. നദികളും തടാകങ്ങളും കുളങ്ങളും വറ്റിപ്പോകാൻ തുടങ്ങി. 3 വർഷം ഇത് തുടർന്നപ്പോൾ ജീവജാലങ്ങളും മൃഗങ്ങളും മനുഷ്യരും ദാഹജലം ലഭിക്കാതെ വീണു മരിക്കാൻ തുടങ്ങി. ദേശത്ത് ജനം കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ട് സഹികെട്ട് ദാവീദ് രാജാവ് ഇതിന് കാരണമെന്തെന്നും പ്രതിവിധി എന്തെന്നും യഹോവയായ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ചോദിച്ചു. ഒടുവിൽ കാര്യകാരണം സഹിതം ദൈവം ആ കാര്യം ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്തു. ദാവീദിന് ദൈവത്തിൽ നിന്നും ലഭിച്ച ആ വെളിപ്പാട് ഇതാണ്: ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്നും തിരിച്ച് ഇസ്രായേൽ ദേശത്ത് എത്തുമ്പോൾ അന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അനേകം രാജാക്കന്മാരെയും എതിർത്തുനിന്ന ജനത്തെയും ജോഷുവയുടെ നേതൃത്വത്തിൽ നീക്കിക്കളഞ്ഞ ശേഷമാണ് ദേശത്തെ കൈയടക്കിയെടുത്ത് 12 ഗോത്രങ്ങളും വീതിച്ചെടുത്തത്. ആ കാലത്ത് യോർദാൻ നദിക്ക് കിഴക്ക് സ്ഥിതി ചെയ്തിരുന്ന അമ്മാനിൽ നിന്നും ഒരു കൂട്ടർ ഇസ്രായേലിന്റെ ഗിബയയിൽ വന്ന് താമസിച്ചിരുന്നു. ഈജിപ്തിൽ നിന്നും തിരിച്ചെത്തിയ ഇസ്രായേൽ ജനം ജോഷുവയുടെ നേതൃത്വത്തിൽ സ്ഥിരതാമസക്കാരായ ഇസ്രായേൽ വാസികളെ ഒഴിപ്പിക്കുകയും നീക്കം ചെയ്യുകയും ചെയ്തു വരുന്ന കൂട്ടത്തിൽ അമ്മോന്യരായ തങ്ങളെയും കൂടെ നീക്കിക്കളയാതിരിക്കാൻ പരദേശികളായ ഇവർ ജോഷുവയ്ക്കൊപ്പം എത്തിയ പുതിയ ഇസ്രായേൽ ജനത്തിന്റെ സേവന വേലകൾ ചെയ്ത് ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളുവാൻ തങ്ങളെ അനുവദിക്കണമെന്നും ഇസ്രായേൽ വാസികൾക്കൊപ്പം അമ്മോന്യരായ ഞങ്ങളെയും കൊന്നുകളയരുതെന്നും അപേക്ഷിച്ചു. അത് കേട്ട് ദയ തോന്നി ജോഷുവയും ഒപ്പമുള്ളവരും ഗിബയോൻ വാസികളായ അമ്മോന്യരോട് ഇസ്രായേൽ ജനത്തോട് എതിർക്കാതെ അവരുടെ കീഴ്ജോലികളിൽ ഏർപ്പെട്ട് ഗിബയയിൽ ജീവിച്ചു കൊള്ളുവാൻ അനുവദിക്കുകയും അവരെ കൊന്നു നീക്കം ചെയ്യുകയില്ലെന്ന് ഉറപ്പുകൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തിന് ആദ്യ രാജാവായി ശൗൽ ഭരണമേറ്റ ശേഷം ജോഷോ അമ്മോന്യരായ ഗിബയോൻ നിവാസികൾക്ക് കൊടുത്ത കരാർ ശൗൽ രാജാവ് ലംഘിച്ചു. ശൗൽ പരദേശികളായ ഗിബയോൻ നിവാസികളെ നിഷ്കരുണം കൊന്നൊടുക്കി കളഞ്ഞു. അതുകൊണ്ട് വർഷങ്ങളായി ദൈവത്തിന്റെ ജനത്തിന്റെ സേവയിലായിരുന്ന ഗിബയോൻ നിവാസികളുടെ കരച്ചിലും നിലവിളിയും യഹോവയായ ദൈവം കേട്ടു. ഇനി ഗിബയോൻ നിവാസികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്തും കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്താതെ ഭൂമിയിൽ മഴ പെയ്യിക്കുകയില്ലെന്ന് യഹോവയായ ദൈവം ദാവീദ് രാജാവിന് വെളിപ്പെടുത്തി. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചതും ദാവീദ് രാജാവ് ആളയച്ച് ശേഷിച്ച അമ്മോന്യരായ ഗിബയോൻ നിവാസികളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിവരുത്തി.
അവരോട് ശൗൽ രാജാവ് ചെയ്തു പോയ തെറ്റിന് ഗിബയോന്യർ ആവശ്യപ്പെടുന്ന ഏത് പ്രതിഫലവും കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു. അങ്ങനെ ഗിബയോന്യർ ആര് കേട്ടാലും ഞെട്ടിപ്പോകുന്ന ആ പ്രതിഫലം ചോദിച്ചു. അവർ ചോദിച്ചത് ഇങ്ങനെയാണ്: പരദേശികളായ ഞങ്ങൾക്ക് ഞങ്ങൾ സേവിച്ച ഇസ്രായേൽ ജനത്തിൽ നിന്നോ മഹാനായ ദാവീദ് രാജാവിൽ നിന്നോ പൊന്നായിട്ടോ പണമായിട്ടോ വസ്തുക്കളായിട്ടോ മറ്റ് വിലപിടിപ്പുള്ള വകകളായിട്ടോ ഒന്നും തന്നെ വേണ്ട. അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ കൈപ്പറ്റിയാൽ ശൗൽ ഞങ്ങളുടെ ഉള്ളിൽ കത്തിച്ച തീ അണയുകയില്ല. ആ തീ ആളിക്കത്തുകയേ ഉള്ളൂ. ഞങ്ങളുടെ ഉള്ളിലെ തീ അണയണമെങ്കിൽ ശൗൽ രാജാവിൻ്റെ രക്തത്തിൻ്റെ അംശം ഒഴുകുന്ന 7 യുവാക്കളെ തരണം. അവരെ ഞങ്ങൾ മലയിൽ കൊണ്ടുപോയി തൂക്കിലേറ്റി കൊല്ലും. രാജാവിൻ്റെ മുഖത്തു നോക്കി ഇത്രയും പറഞ്ഞ ശേഷം ഗിബയോന്യർ അവിടെ നിന്നും ഓടി മറഞ്ഞു കളഞ്ഞു. ഗിബയോന്യരുടെ വാക്കുകേട്ട് ഹൃദയം തകർന്ന ദാവീദ് രാജാവ് കൊട്ടാരത്തിനുള്ളിൽ കടന്ന് ദൈവത്തോട് നിലവിളിച്ചു കരഞ്ഞു. രാജാവ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നിലത്ത് കിടന്നു. ഗിബയോന്യർക്ക് ആരെ കൊടുക്കണമെന്ന് ഒരു തീരുമാനമെടുക്കാൻ മനഃശക്തിയില്ലാത്ത രാജാവിന് വേണ്ടി ദാവീദിന്റെ രാജ്യസഭ പലതവണ തിരിച്ചും മറിച്ചും ചർച്ചകൾ ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ആ തീരുമാനം ഇതായിരുന്നു: ശൗൽ രാജാവിന്റെ മൂത്ത മകൾ മേരബിന് അവളുടെ ഭർത്താവ് അദ്രിയേലിൽ നിന്ന് ജനിച്ച 5 ആൺമക്കൾ, പിന്നെ ശൗലിന് റിസ്പയിൽ ജനിച്ച 2 ആൺമക്കൾ അർമോനി, മെഹീബോശത്ത്. ഈ ലിസ്റ്റ് സഭ ദാവീദ് രാജാവിന് കാണിച്ചെങ്കിലും രാജാവ് ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ തക്ക അവസ്ഥയിൽ അല്ലാത്തതുകൊണ്ട് രാജ്യസഭയുടെ തീരുമാനം എല്ലാ പേരും ശരിവെച്ചു. സഭയുടെ തീരുമാനം പോലെ ആ 7 പേരെയും കൊട്ടാരത്തിൽ നിന്നും ഗിബയോന്യർക്ക് കൈമാറി. ഗിബയോന്യർ അവരെ മലയിൽ കൊണ്ടുപോയി തൂക്കിക്കൊന്നു. അവരെ തൂക്കിലേറ്റി കൊന്ന ശേഷം ഗിബയോന്യർ ശവശരീരം മറവു ചെയ്യാതെ ആ നിലയിൽ തന്നെ വിട്ടിട്ടവർ മലയിറങ്ങിപ്പോയി. തൻ്റെ മക്കളുടെ ശരീരങ്ങൾ ഗിബയോന്യർ മറവു ചെയ്തില്ലെന്ന അറിവ് കിട്ടിയ റിസ്പ ആൾപ്പാർപ്പില്ലാത്ത ആ മലയിലേക്ക് ഓടിക്കയറി. ദുഷ്ടമൃഗങ്ങളോ പക്ഷികളോ വന്ന് ശവശരീരം തിന്നുകളയാതിരിക്കാൻ രാവും പകലും മൃതദേഹങ്ങളോടൊപ്പം കാവലിരുന്നു. ഈ വിവരങ്ങളറിഞ്ഞ ദാവീദ് രാജാവ് ഉടനെ പട്ടാളത്തെ മലയിൽ അയച്ച് റിസ്പയെയും 7 മൃതദേഹങ്ങളെയും മലയിൽ നിന്നും താഴെ ഇറക്കിക്കൊണ്ടുവന്നു. ഗിലെയാദിലെ യാബേസ് നിവാസികൾ വിജലവൃക്ഷത്തിന് ചുവട്ടിൽ അടക്കം ചെയ്ത ശൗൽ രാജാവിൻ്റെയും 3 ആൺമക്കളുടെയും ശരീരഭാഗങ്ങളെയും ശൗലിൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട ഈ 7 യുവാക്കളുടെയും ശവശരീരങ്ങളും എടുത്ത് രാജകീയ അടമ്പടിയിൽ ബെന്യാമിൻ ദേശത്ത് സേരയിൽ കൊണ്ടുപോയി ശൗലിൻ്റെ അപ്പനായ കീശിൻ്റെ കല്ലറക്കരികിൽ ആദരവോടെ അടക്കം ചെയ്തു. റിസ്പ എന്ന പേരിൽ ആരംഭിച്ച ഈ വീഡിയോയും ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.